നമസ്കാരം. സേന നമുക്ക് ഈ കഥ ഇത്തിരി കടലിനപ്പുറത്ത് പറഞ്ഞാൽ കടൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ അറബി ഭാഷ അല്ലെങ്കിൽ പെസൽ അങ്ങനെ കുറേ കടലുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് വന്ന ആൾക്കാരുടെ കഥയാണ് തുടക്കത്തിൽ ഞാൻ പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടില്ലേ ഇന്ത്യ കണ്ടെത്തിയ ആളാണ് കൊളംബസ് അല്ലെങ്കിൽ മാഗൻ. ഇവർക്ക് മുന്നേ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു പോയിട്ടുണ്ടാകും. എന്നിരുന്നാലും ഇവരൊക്കെ വന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ വിസ്തൃതി കണ്ടുകൊണ്ടെന്ന് ഇവിടെ അതിലും വിലപ്പെട്ട ഒന്നുണ്ടായിരുന്നു. നമുക്കറിയാം കാര്യങ്ങൾ തന്നെയാണ് സ്പൈസ്, സുഗന്ധങ്ങൾ സുഗന്ധത്തിരിക്കുകയാണ്. ഇവരൊക്കെ എന്തിനു വന്നു എന്നതിനെക്കാട്ടിലുപരി വന്നവരെല്ലാവരും നല്ല വൃത്തിയായിട്ട് മുച്ചുവലം കൊള്ളയടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് കളി ചെയ്യുന്നത്. ഇവരൊക്കെ നമ്മളെ ലൈഫിലേക്ക് അല്ലെങ്കിൽ പാർട്ട്നേഴ്സായിട്ട് സുഹൃത്തുക്കളെ വന്നിട്ടില്ല. അതിൽ കുറേ ആൾക്കാരെല്ലാവരും നല്ല ആൾക്കാരുണ്ട്, മോശം ആൾക്കാരുണ്ട്. പക്ഷെ കുറേ ആൾക്കാർ നമ്മൾ കൊള്ളയടിച്ചിട്ട് പോയി. എത്രയേറെ കൊള്ളയടിച്ചിട്ട് പോലും ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ സമ്പത്തും സ്വത്തും ഇതുവരെ നശിച്ചിട്ടില്ല. ഇന്ത്യ വീണ്ടും റിക്കവർ ചെയ്യുകയാണ്. റിക്കവറി എന്ന് പറഞ്ഞാൽ ചെറിയൊരു വാക്കായിട്ട് എനിക്ക് തോന്നണ്ട. ഇത്രയൊക്കെ മോട്ടിച്ചുകൊണ്ട് പോയിട്ടും ഇന്ത്യ ഇപ്പോഴും ശരിക്കും സമ്പന്നമാണ്. ദരിദ്രമാണെങ്കിലും ഇതിലും കുറച്ച് ബെറ്റർ ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ. അതുപോലെ തന്നെയാണ് ഈ ജീവിതത്തിൻ്റെ കാര്യങ്ങളിലാണ് കുറച്ച് ദാരിദ്ര്യം ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്നും സമ്പന്നരാണ്. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളൊന്ന് മാത്രമാണ് സുഹൃത്തുക്കളും കൂട്ടുകാരും സാമ്പത്തികം. ഇതിനെക്കാട്ടും ഉപരിയാണ് മാനസികമായിട്ടുള്ള നമ്മുടെ ഒരു വെയിറ്റ് പവർ. ഇതാണ് റിക്കവറിയുടെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന കേസ് റിക്കവറിയാണ്. ഞാൻ ഇന്നെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് റിക്കവറേഷൻസ്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. മറ്റൊന്നുമില്ല. മദ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതിൻ്റെ കാര്യത്തിലാണെങ്കിലും ആദ്യം പെടാറുണ്ടാവും, പെട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ പോയിട്ടുണ്ടാകും, ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ എല്ലാ ആൾക്കാരും ഒന്നും പെട്ടെന്ന് റിക്കവർ ചെയ്താൽ പറ്റത്തില്ല. അതിന് ഒത്തിരി എഫർട്ട് ചെയ്യേണ്ടി വരുന്നു. അതിനാണ് റിക്കവറി എന്ന വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. റിക്കവറി ചെയ്യുക. റിക്കവറേഷൻസ്. ജയരാജ്.